ഡിഗ്രിക്ക് കൂടെ പഠിച്ച എബിയുടെ പെങ്ങളുടെ മനസ്സമ്മതത്തിന് വന്ന കേട്ടോ. ഒരു മാസം മുൻപ് തന്നെ അവൻ വിളിച്ചോണ്ട് മെയ് 10 എന്നുള്ള ഡേറ്റ് ഞങ്ങളുടെ ഡയറി കുറിച്ചേ ഇട്ടെ. കല്യാണം പോലുള്ള എന്തെങ്കിലും ആഘോഷമോ പരിപാടി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡയറി ഉണ്ട്. ആ ഡയറിയിൽ എപ്പോഴും കുറിച്ചിടാറുണ്ട് കേട്ടോ. അത് പതിവാണ്. ലേറ്റ് ആകണ്ടല്ലോ എന്ന് ഓർത്ത് ഉറങ്ങിക്കിടന്ന യാറാനെയും കുത്തിയപ്പിച്ച് ഞങ്ങൾ നേരത്തെ പോകുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കിന് പരിപാടി തുടങ്ങുന്നതേ ഉള്ളൂ. എങ്കിൽ പിന്നെ യാറൊക്കെ എന്തെങ്കിലും ഫുഡ് മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്ത് പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ബേക്കറിലേക്ക് കയറി. ആ ബേക്കറി കയറി കഴിഞ്ഞപ്പോൾ അവിടെ നാരങ്ങാവെള്ളം പോലും ഇല്ല. കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ബേക്കറിലൊക്കെ കയറി ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് അടുത്തടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും രാവിലെ തന്നെ യാറയ്ക്ക് ബോട്ടിൽ ജ്യൂസ് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് തൊട്ടപ്പുറത്തുള്ള ബേക്കറിലേക്ക് പോയി. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ യാറയ്ക്ക് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് യാറ ഇച്ചിരി ബഹളമാകാൻ തുടങ്ങി. ഐസ്ക്രീം കല്യാണത്തിന് കിട്ടും പൊന്നെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ചവിട്ടിയെ. എന്നിട്ട് പൊന്നിന് ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു പഫ്സും മേടിച്ചു. എഗ് പഫ്സ് ആണ് മേടിച്ചത്. എഗ് പഫ്സ് ആണെങ്കിലും മൈദയൊന്നും കൊടുക്കുന്നില്ല. പഫ്സ് എന്ന് പറഞ്ഞിട്ട് പൊന്നിനകത്തുള്ള മുട്ട മാത്രമേ കൊടുക്കത്തുള്ളൂ. പഫ്സ് എന്ന് പറഞ്ഞ് പുള്ളി അത് കഴിക്കുകയും ചെയ്തോളൂ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് കയറുന്നത്. പള്ളി ചെന്നപ്പോഴത്തേക്കും ദേ ഇരിക്കുന്നത് നമ്മുടെ എബി. പിന്നെ ആദ്യം എന്നോട് പറഞ്ഞ ലീവില്ല വരത്തില്ലെന്നൊക്കെ. പക്ഷെ സർപ്രൈസ് ആയിട്ട് പുള്ളി വന്നു കേട്ടോ. എബിയോട് സംസാരിച്ച് ചെന്നപ്പോൾ ജോമൻ എൻ്റെ കൂടെ +2 പഠിച്ചാണ്. ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര നാണം. പിന്നെ ഇതാണ് മാർട്ടിനും ഞാൻ എബിയൊക്കെ ഒന്നിച്ച് ഡിഗ്രിക്ക് പഠിച്ചാണ്. അതിന് നേരെ പള്ളിയിലേക്ക് കയറി. പള്ളിയിൽ ഓൾറെഡി ചടങ്ങ് തുടങ്ങിയായിരുന്നു കേട്ടോ. അകത്ത് കയറിയ ആംബിയൻസും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും യായും അതിലെ കൂടെ ഓട്ടവും ചാട്ടവും കസേരക്കയറ്റവും എല്ലാം ആയിരുന്നേ. മനസ്സമ്മതത്തിന്റെ പ്രധാന ചടങ്ങായ പരസ്പരം സമ്മതമാണോ എന്ന് ചോദിച്ച് മറ്റുള്ളവരെ സാക്ഷിയാക്കി ആ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഭാവനയ്ക്ക് ഒരു ക്ലാസ് ഉള്ളതാണ്. ഇവിടെ വന്നതുകൊണ്ട് തന്നെ ലേറ്റ് ആയ ക്ലാസ്സിൽ എത്തണമെന്നൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞപ്പോൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് ഓടി കേട്ടോ. പക്ഷെ നമ്മുടെ പ്ലാനിങ് എല്ലാം യാറെ തെറ്റിച്ചു കേട്ടോ. അവിടെ ആളും ബഹളവും പള്ളിമുറ്റവും പള്ളിയുടെ സ്റ്റെപ്പും വാതിലും എല്ലാം കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പുള്ളി പിന്നെ അതിലെ കൂടെ ഓട്ടവും കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരു തരത്തില യാറനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് വന്ന് ചെരുപ്പെടുത്ത് തരാൻ കാല് പൊള്ളുന്നില്ലേ പൊന്നെന്നൊക്കെ ചോദിച്ച് യാറനെ കൂട്ടി നേരെ പള്ളിയിലെ ഓഡിറ്റോറിയത്തിലേക്ക് പോയേ. മനോഹരമായി അലങ്കരിച്ചേക്കുന്ന സ്റ്റേജും കാർപ്പറ്റിലൂടെ നടന്നു വരുന്ന ഈ ചെക്കനും നമ്മുടെ പെണ്ണും അവരെയൊക്കെ വെൽക്കം ചെയ്ത് സ്റ്റേജിൽ ഇരുത്തി. പെണ്ണിന്റെ ആങ്ങൾ അതിലെ കൂടെ ഓടി നടന്ന് എല്ലാവരും ഡീൽ ചെയ്യാനുള്ള കഷ്ടപ്പാടിലായിരുന്നേ. നമ്മളും പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു. 2 മണിക്ക് പോകേണ്ടോണ്ട് തന്നെ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഫുൾ അടിച്ചു. അവൾക്ക് ടെൻഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറച്ചേ പുള്ളി കഴിച്ചുള്ളൂ. ഞാൻ വയർ നിറച്ച് കഴിച്ചു. അതിന് സ്റ്റേജിൽ പാട്ടും ഡാൻസും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. എബിയോട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു 2 മണിക്ക് പോകും ക്ലാസ് ഉണ്ടെന്ന്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യാത്ര പറയാൻ നിൽക്കാതെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ.